സുഹൃത്തെ, കുറച്ചു നേരമായി താങ്കൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞോ. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന നവകേരള സദസ്സ് വിജയമാണെന്ന് ഇപ്പോ ഇവിടെ CPM പ്രതികരിച്ചുകൊണ്ട് ശ്രീമാൻ അരുൺജി പറയുന്നുണ്ട്. പക്ഷേ ഈ നവകേരള സദസ്സിനെ നമ്മളെ അടിമാലിയിൽ മറികടത്തി വെള്ളം മൂടി പൊതിപ്പിച്ച് കിടത്തി എന്നുള്ള വാസ്തവം. കാരണം ആ മറികടത്തി ഹൈക്കോടതിയിൽ പോയിക്കൊണ്ട് ഈ നവകേരള സദസ്സിന്റെ എല്ലാ ശോഭയും കെടുത്തി. സദസ്സിലെ ജനക്കൂട്ടം പാർട്ടി പ്രവർത്തനമല്ലാതെ ഒരു ജനങ്ങളെ ഇവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, പരാതി സ്വീകരിക്കുന്നും പറഞ്ഞുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് തുടക്കം കുറിച്ചത്. പക്ഷേ കോട്ടയത്തെ ചാഴിക്കാടൻ MLA തന്നെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചുകൊണ്ടും ഇത് പരാതി സ്വീകരിക്കാനുള്ള സദസ്സല്ല. 6 ലക്ഷം പരാതി സ്വീകരിച്ചു. 6 ലക്ഷം പരാതി സ്വീകരിച്ചെങ്കിൽ ഇവര് ഏതിനാണ് പരിഹാരം കണ്ടെന്ന് ഇവരും പറഞ്ഞിട്ടില്ല. 45 ദിവസം വേണം. 45 ദിവസം കൊണ്ട് ഈ നവകേരള സദസ്സ് സമാപിക്കും. അപ്പൊ ആരോടും മറുപടി പറയണ്ട. അതുകൊണ്ടാണ് 45 ദിവസം നീണ്ട അവധി എടുത്തിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു പരാതി കിട്ടിയാൽ പെട്ടെന്ന് പരിഹരിക്കുന്നത് എങ്ങനെയാ? അതാത് ദിവസം പരിഹരിക്കുന്നത് എങ്ങനെയാ? ഈ കേരളത്തിലെ മുഴുവൻ ഭരണ സംവിധാനം ഉണ്ടായിട്ട് ഇവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന പരാതി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വേണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അത് വില്ലേജ് ഓഫീസർ പരിശോധിക്കണ്ടേ? വില്ലേജ് ഓഫീസർ ഇവിടെ ഈ കേരളം മുഴുവൻ ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ഭരണ സംവിധാനം ഉണ്ടായിട്ട് പോലും ഈ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി 45 ദിവസം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഈ നവകേരള സദസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കേരള സംസ്ഥാനം പട്ടിണിയിലാണെന്നുള്ള കാരണം ഈ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ പട്ടിണി? ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല. 3 മാസമായാലും 1 മാസമായാലും കൊടുക്കണ്ടേ? ഇത്രയും വലിയ വീമ്പ് പറയുന്ന പിണറായി വിജയൻ ഈ ആളുകളെ പാവപ്പെട്ടവരെ പെൻഷൻ കൊടുക്കണം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ക്രിസ്മസ് അതിന്റെ ആ സപ്ലൈകോയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മേയറും MLA ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇട്ടിട്ട് പോയി. കാരണം എന്താണെന്ന് അറിയോ? അവിടെ ഒരു സാധനമില്ല. കടയുടെ മുമ്പില് ബാനർ ഉദ്ഘാടനത്തിന് മാത്രം ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് MLA-ക്കും മേയർക്കും തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളുടെ പെൻഷൻ, KSRTC ജീവനക്കാരുടെ ശമ്പളം, ഏത് മേഖല എടുത്താലും 2 ഗഡുക്കളായിട്ട് ശമ്പളം കൊടുത്തു തീർത്തു. അത് ഹൈക്കോടതി ഇടപെട്ട ശേഷം ഇവിടെ കണ്ണു തുറക്കുന്നത്. ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടം മേടിക്കാനുള്ളതിന് അവകാശം ചോദിച്ചോണ്ടാ. അല്ലാതെ ഞങ്ങൾക്ക് കിട്ടാനുള്ളതിനും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഇരുന്ന് ജനങ്ങളോട് കൂടുതലായിട്ട് പറഞ്ഞു. അല്ലല്ല, ജനങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് കടം അല്ല പൈസ തരാനുണ്ടെന്നാണ് ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും പറയുന്നത്. അതൊരു കോടതിയിൽ പോയിട്ട് അവർ പറയുന്നത് പരിധി കൂട്ടണം. അവര് ചെയ്യുന്നത് അവര് ഇവിടെ കേന്ദ്രം പാസ്സാക്കുന്ന ഓരോ നിയമത്തിനെതിരെയും നിയമസഭ കൂടി പ്രമേയം പാസ്സാക്കുന്നു. എന്നാ പിന്നെ ഈ ജനങ്ങളോട് പറയാ ഇത്ര 50,000 കോടി രൂപ തരാനുണ്ടെന്ന് സുപ്രീം കോടതി പോയാൽ പോരെ? കോടതി തീർപ്പാക്കിയിട്ട് 50,000 സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി പോയത് കടമെടുപ്പിന്റെ പരിധി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഗവൺമെന്റ് അല്ലാതെ സർക്കാർ വേണ്ടിയിട്ടല്ല. അത് കേരളത്തിലെ ജനങ്ങളെ കളിപ്പിക്കുകയാണ്. എന്താ ഇവിടെ അഭിപ്രായം പറയാമെന്നല്ലോ നേരത്തെ? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നേരത്തെ കൊടുത്തിരുന്ന എന്ത് വികസനം എന്നാണ് നിങ്ങൾ ഈ പറയണത്? എന്താണ് ദേശീയപാതയിലെ കേരളത്തിന് മാത്രം കേരളത്തിലെ ദേശീയപാതയിൽ 6,250 കോടിയാണ് കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നത്. ആയിക്കോട്ടെ, 4,000 കാശ് വേറെ സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടു അടിച്ചേൽപ്പിക്കുകയല്ലേ? ഈ 1,600 രൂപ BJP ഭരിക്കണ ഏതെങ്കിലും സംസ്ഥാനത്ത് ഭൂമി അത് 72-ല് ദേശീയപാത വികസനം പ്രഖ്യാപിച്ചിട്ട് അന്ന് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റ് വേണ്ട രീതിയിൽ കേരളത്തെ സഹായിക്കായിരുന്നുണ്ടല്ലേ? ഇവിടെ കേന്ദ്രം CPM ഭരിച്ചിട്ടില്ലല്ലോ സുഹൃത്തെ. അപ്പൊ താങ്കൾ പറയുന്നത് അങ്ങനെ കേരളത്തോട് പക്ഷപാതപരമായ ഒരു സമീപനമുണ്ട് കേന്ദ്രത്തിന്. തീർച്ചയായിട്ടും അല്ലേ? അത് കേരളത്തിനോട് വിളിച്ചു പറയേണ്ടത് ഈ സർക്കാരിന്റെ തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി അത് തന്നെ പറഞ്ഞാണ് നവകേരള സദസ്സ് നടത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സഹായങ്ങൾ കിട്ടുന്നില്ല. കലാപം 4 വോട്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. അത് രാഷ്ട്രീയമാണല്ലോ. അത് അവരുടെ വർഗീയ നിലപാട് പറയണമല്ലോ. സർക്കാരല്ലേ അവരുടെ വർഗീയ നിലപാട് പറയണ്ടേ? ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോ കേന്ദ്ര സർക്കാർ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. സാറേ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സംസ്ഥാനം ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇഷ്ടം പോലെ പണങ്ങളും നമ്മുടെ ഇഷ്ടം പോലെ പണമൊന്നുമില്ല, പണമല്ല, സാമ്പത്തിക പ്രതിസന്ധിയില്ല, ആകെ പോയി കയ്യിൽ നിന്ന് പോയി. ഇവിടുന്ന് പറഞ്ഞോ
സൗഹൃദ ബിഷപ്പ് സാർ മുഖ്യമന്ത്രിയും മന്ത്രിസഭ മുഴുവനും കൂടെ കാക്കനാടേക്ക് വന്നപ്പം തൃക്കാക്കരയിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിച്ചു കിട്ടും, ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കും എന്നാണ്. അതിനു പകരം മണിപ്പൂരിലെ വിഷയവും ഹമാസിന്റെ വിഷയവും ഒക്കെ പറഞ്ഞ് ഇവിടുത്തെ ബിഷപ്പുമാരെ ക്രിസ്ത്യാനികൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കാനാണ് സമയം ചെലവഴിച്ചത്. ഞങ്ങളിവിടെ വഴിയിൽ കിടക്കുകയാണ്, ഞങ്ങളുടെ ജീവിതം മുഴുവൻ വഴിയിൽ കാത്തു കിടക്കുകയാണ്. ഈ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെ മാറ്റും? ഇവിടുന്ന് ബ്രഹ്മപുരം പോലെ ഉള്ളിടത്ത് ഇനിയും തീ പിടിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് ഓടും? ഇവിടെ കുടിവെള്ളമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. 4 ദിവസത്തിലൊരിക്കലാണ് വെള്ളം കിട്ടുന്നത്. ഈ വക പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം എല്ലാ മന്ത്രിമാരും കൂടെ കൂടി ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് മണിപ്പൂരിലെ കാര്യങ്ങളിൽ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബിഷപ്പുമാരെ എങ്ങനെ പെരുമാറണമെന്നും ബിഷപ്പുമാരെ പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ കേട്ടത്. ഇത് വളരെ സങ്കടമുണ്ട്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക്. ഈ നവകേരള സദസ്സിൽ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി മാറി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. ഓക്കെ, അരുൺകുമാർ, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഒരു സാധാരണ തൃക്കാക്കരയിലെ വോട്ടർ പറയുന്നു, തൃക്കാക്കരയിലെ ജനങ്ങളുടെ ജീവിതം പരിഹരിക്കുന്നതിന് എന്താണ് ഈ നവകേരള സദസ്സ് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചു വന്നു. പക്ഷെ അവിടെ കേട്ടത് മണിപ്പൂരും ഹമാസും ഒക്കെയാണ്. അവർക്ക് വേണ്ടത് ഈ കുരുക്ക് പരിഹരിക്കുന്നതിനെ കുറിച്ചാണ്. ബ്രഹ്മപുരത്തിന്റെ ശാശ്വത പരിഹാരമാണ് അവർക്ക് ആവശ്യം.